വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. കഴിഞ്ഞ രാത്രി കാലം നമ്മൾ കിടന്നുറങ്ങി, രാവിലെ എണീറ്റു. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ ഓരോരുത്തരെ നിറച്ച മഹാസ്നേഹത്തിനായി, മഹാകരുണയ്ക്കായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എബ്രായ എഴുതിയ ലേഖനത്തെക്കുറിച്ചാണ്. അതിൽ 12-ാം അധ്യായം ആസ്പദമാക്കി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും ഉള്ളതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓട്ടമോടിടാ, നമുക്ക് ഓട്ടമോടിടാ, വിശ്വാസത്തിൻ്റെ നായകനെ നോക്കി ഓടിടാം. ഓട്ടമോടിടാം, നമുക്ക് ഓട്ടമോടിടാം, പൂർത്തി വരുത്തും യേശുവിനെ നോക്കി ഓടിടാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. വിശ്വാസത്തിൻ്റെ നായകൻ ആര്? നമ്മുടെ ദൈവം. ആ ദൈവത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്ത് മുമ്പോട്ട് പോവുക. മുമ്പ് വെച്ചിട്ട് സന്തോഷവാർത്ത് ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ആരാ? ദൈവം. നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ച് തളർന്നു പോകാതിരിക്കാൻ പാവികളെ നിങ്ങൾക്ക് നേരിട്ട് എങ്ങനെ ഒരു ദ്രോഹം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഈ ധ്യാനം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ധ്യാനം ആവശ്യമാണ്. കുറച്ച് നേരം നമ്മൾ ഒന്ന് ശാന്തമായിരുന്ന് നോക്കിക്കേ. ചുമ്മാ ഇച്ചിരി നേരമൊക്കെ ഒന്ന് ശാന്തമായിരുന്നു മനസ്സിനെ ഒന്ന് ഫ്രീ ആയിക്കൊടുത്ത് ഇച്ചിരി നേരമൊക്കെ ശാന്തമായിട്ടിരുന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഫീലിങ്സാണ് നമുക്ക് ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മാനസികമായും ശാരീരികമായും ഉള്ള ഒരു ബലം നമുക്ക് ലഭിക്കണം. നമുക്ക് ടെൻഷനുകൾ, എല്ലാ മനുഷ്യർക്കും ഉണ്ട് ടെൻഷനുകൾ. ഈ ടെൻഷനുകൾ മാറണമെന്നുണ്ടെങ്കിൽ ധ്യാനം ആവശ്യമാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഫ്രീ ആയിട്ട്, ഒന്നും ഓർക്കാതെ, ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് വളരെ ഒരു ഫീലിങ്സ്, നല്ലൊരു സന്തോഷമായിരിക്കും നമുക്ക് ലഭിക്കുന്ന, ഒരു വിടുതൽ മനസ്സിന്. പാവത്തോട് പോരാടാൻ നിങ്ങൾ ഇതുവരെ രക്തം ചൊരിയുവോളം എതിർത്ത് നിന്നിട്ടില്ല. മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. മകനെ, കർത്താവിൻ്റെ ശിക്ഷണം നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ തളർന്നു പോയായിരുന്നു. അപ്പം മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അവരെ വഴക്ക് പറഞ്ഞെന്നിരിക്കും, ചെറിയ രീതിയിലൊക്കെ ഒന്ന് അടിച്ചെന്നിരിക്കും. അത് നല്ലതിന് വേണ്ടിയിട്ടാണ്. കർത്താവ് താൻ സ്നേഹിക്കുന്നതിന് ശിക്ഷണം നൽകുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും അടിക്കുന്നു. നമ്മൾ ആരാ? കർത്താവിൻ്റെ മക്കളാണ്. അപ്പോൾ എല്ലാവരും പ്രാപിക്കുന്ന ശിക്ഷണത്തിന് വിധേയമാകുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല. നമ്മുടെ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ ബഹുമാനിച്ചുവല്ലോ. അങ്ങനെയെങ്കിൽ ആത്മാക്കളുടെ പിതാവിന് എത്രയധികം കീഴടങ്ങും. അപ്പോൾ നമ്മുടെ പിതാക്കന്മാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, അപ്പന്മാരെയൊക്കെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലല്ലേ. അപ്പോൾ നമ്മുടെ പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് വളരെ വിലപ്പെട്ടതാണ്. ഈ ആത്മാവിനെ നേടിയെടുത്തുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യാനായിട്ട്. ഈ ശരീരത്തിൽ നമുക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ആത്മാവിനെ മതി. അവർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് കാലത്തേക്ക് നമ്മൾ ശിക്ഷണം നൽകി. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത് നമ്മുടെ ഗുണത്തിനായി തന്നെ നമ്മെ ശിക്ഷണത്തിന് വിധേയരാക്കുന്നു. ഏത് ശിക്ഷണവും തൽക്കാലം സന്തോഷകരമല്ല. നമ്മൾ ആരെങ്കിലും വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിക്കുക ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് നല്ലതിനാണെന്നുള്ളത് നമുക്ക് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആകെ തളർന്ന കൈകളും ബലഹീനത കാൽമുട്ടുകളും നിവർത്തുകയും ആണ്. നമ്മളിങ്ങനെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കിന് നമുക്കൊരു തളർച്ചയൊക്കെ വരുമ്പോൾ എന്താ നമുക്ക് പതിവില്ലാത്തൊരു തളർച്ച വരുന്നതാണ്. അപ്പം അതിനുള്ള എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് നമുക്കത് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പം നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൻ്റെ കുറവ് വരാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ മുന്നോടിയായിട്ടൊക്കെ തളർച്ചകളൊക്കെ വരാം, അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള തളർച്ചകൾ വരാം. നമ്മുടെ ഈ ശരീരം ഈ ലോകത്തിൽ തന്നിരിക്കുന്നത് അതിൽ നമുക്ക് ജീവിക്കാനായിട്ട്. അപ്പോൾ ഈ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് ആർക്ക് സാധിക്കും? നമ്മുടെ തമ്പുരാനായ കർത്താപ്പച്ചന് സാധിക്കും. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. കുഞ്ഞുങ്ങളൊക്കെ എന്നും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമായ നന്മകളാൽ കർത്താപ്പച്ചൻ നിറയ്ക്കുക. നിങ്ങൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ വാഹനം ഓടിക്കുക. ആഹാരം തന്ന, വസ്ത്രം തന്ന, പാർപ്പിടം തന്ന, എല്ലാം തന്ന വഴി നടത്തുന്ന ദൈവത്തിന് ഇന്ന് നന്ദി കരയേറ്റി, സ്തോത്രം കരയേറ്റി നിങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യുക.
പിന്നെ നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുക. മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോവുക. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചേർത്തോടെ അടുത്തിട്ട് എന്നെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും വെച്ച് പ്രാർത്ഥിച്ചോളാം. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരെങ്കിലും അറിയത്തില്ലെങ്കിലും നിങ്ങളെല്ലാം വഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചോളാം. സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ചേർത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.